തിരുവപ്രഹരത്തിന് പിന്നാലെയാണ് ഇന്ത്യയെ ലക്ഷ്യം വെച്ചുള്ള അമേരിക്കയുടെ ഈ നീക്കം. H-1B വിസയ്ക്കുള്ള അപേക്ഷാ ഫീസ് വർദ്ധിപ്പിച്ച ഈ നീക്കം. H-1B വിസയിൽ അമേരിക്കയിൽ ജോലി ചെയ്യുന്ന 71% പേരും ഇന്ത്യക്കാരാണ്. വൈദഗ്ധ്യമുള്ള തൊഴിലാളികളെ പുറം രാജ്യങ്ങളിൽ നിന്ന് ജോലിക്കെടുക്കുന്നതിനായി നിലവിൽ വന്ന H-1B വിസ എന്താണ്? പുതുതായി വന്ന മാറ്റം എങ്ങനെ? ഇത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ തൊഴിലാളികളെ എങ്ങനെ ബാധിക്കും? ജിഷ്ണു രവീന്ദ്രൻ തയ്യാറാക്കിയ എക്സ്പ്ലെയിനറിലേക്കാണ് ഇനി. തീരുവപ്രഹരത്തിനു പിന്നാലെ ഇന്ത്യയെ ലക്ഷ്യം വെച്ചുള്ള അമേരിക്കയുടെ നീക്കമായി തന്നെ H-1B വിസയ്ക്ക് അപേക്ഷാ ഫീസ് കൂട്ടിയ സംഭവത്തെ കാണണം. കാരണം H-1B വിസയിൽ അമേരിക്കയിൽ ജോലി ചെയ്യുന്ന 71% പേരും ഇന്ത്യക്കാരാണ്. $1 ലക്ഷം പുതുക്കിയ അപേക്ഷാ ഫീസ്. ഇത് ഇന്ത്യൻ രൂപയിലേക്ക് മാറ്റിയാൽ ഏകദേശം 90 ലക്ഷം രൂപ വരും. വൈദഗ്ധ്യമുള്ള തൊഴിലാളികളെ പുറം രാജ്യങ്ങളിൽ നിന്ന് ജോലിക്കെടുക്കുന്നതിനായി 1990-ൽ അമേരിക്കൻ കോൺഗ്രസ് പാസാക്കിയ നിയമപ്രകാരമാണ് H-1B വിസ നിലവിൽ വന്നത്. ബിരുദമാണ് വിസ ലഭിക്കാനുള്ള യോഗ്യത. 65,000 പേർക്കാണ് ഒരു വർഷം വിസ ലഭിക്കുക. അമേരിക്കൻ സർവകലാശാലകളിൽ നിന്നും ബിരുദാനന്തര ബിരുദവും PhDയും ഉള്ളവർക്ക് 20,000 വിസകൾ അല്ലാതെയും നൽകും. 3 വർഷമാണ് വിസയുടെ കാലാവധി. H-1B വിസയിൽ ജോലി ചെയ്യുന്ന 80% ആളുകളുടെയും വാർഷിക വരുമാനം $1 ലക്ഷം താഴെയാണ് എന്നത് അപേക്ഷാ ഫീസ് വർധനവിന്റെ കാഠിന്യം വർദ്ധിപ്പിക്കുന്നു. നിലവിൽ ഒരു തൊഴിലാളി H-1B വിസയ്ക്ക് നൽകേണ്ടുന്ന അപേക്ഷാ ഫീസ് $215 മാത്രമാണ്. സ്പോൺസർമാർ അല്ലെങ്കിൽ തൊഴിൽദാതാക്കൾ നൽകേണ്ടത് $780. ഇതാണ് ഒറ്റയടിക്ക് $1 ലക്ഷം ഉയർത്തിയത്. അമേരിക്ക കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ടെക് ഭീമന്മാരായ ആമസോൺ, മൈക്രോസോഫ്റ്റ്, മെറ്റ എന്നീ കമ്പനികളെ ഈ പരിഷ്കരണം കാര്യമായി ബാധിക്കും. ആമസോണിൽ മാത്രം 12,000 H-1B തൊഴിലാളികളാണുള്ളത്. മൈക്രോസോഫ്റ്റിലും മെറ്റയിലും 5,000 വീതം ആളുകൾ H-1B വിസയിൽ വന്നവരാണ്. H-1B വിസയുടെ അപേക്ഷാ ഫീസ് ഉയർത്തിയതിനു പിന്നാലെ ഗോൾഡൻ കാർഡ് വിസയും അമേരിക്ക അവതരിപ്പിച്ചു. ഗോൾഡൻ കാർഡ് വിസ ലഭിക്കണമെങ്കിൽ തൊഴിലാളികൾ $10 ലക്ഷം, തൊഴിൽദാതാക്കൾ $20 ലക്ഷം നൽകേണ്ടി വരും. ഇത് ഇന്ത്യൻ രൂപയിലേക്ക് മാറ്റിയാൽ 9 കോടി രൂപയും 18 കോടി രൂപയുമാണ്. ഇന്ത്യ അമേരിക്ക വാണിജ്യ കരാറിൽ ചർച്ചകൾക്കായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ സംഘം അടുത്തയാഴ്ച വാഷിംഗ്ടണിലേക്ക് പോകാനിരിക്കെയാണ് ട്രംപിന്റെ പ്രഖ്യാപനം പുറത്തുവരുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.